പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. റിയാസിന്റെ സ്വതസിദ്ധമായ രീതിയിൽ റിയാസ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് നാണമുണ്ടോ? കാര്യം നിന്റെ ചിന്തകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, എന്താ ഉറക്കം വരുന്നു കൊണ്ടല്ല, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇപ്പൊ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് റിയാസിന് സംസാരിച്ച സമയത്ത് നീ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം. പുറത്തുള്ള കുറെ ലൂസേഴ്സിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞു. സീസൺ 5 വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പുറത്തുള്ള കുറച്ച് കൃമികളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പൊ ഈ പുറത്ത് നോർമലായിട്ട് ജീവിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ പരാജയപ്പെട്ടവരും കൃമികളുടെയും കൂട്ടത്തിൽപ്പെടുന്നവരാണോ? ഇവിടെ മാനവ മര്യാദയ്ക്കും വിവാഹം കഴിച്ച് സന്തതി പരമ്പുകളെ സൃഷ്ടിച്ച് അതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് റിയാസും. എന്തായാലും റിയാസിനെ സംബന്ധിച്ചിട്ട് റിയാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കൊണ്ട് ഈ ലോകം നിലനിൽക്കുന്ന ഒരു ആശയമൊന്നുമല്ലല്ലോ. പക്ഷെ അതിനർത്ഥം റിയാസിന് ഇങ്ങനെ ജീവിക്കുന്നതിന് ഈ രാജ്യത്ത് ഒരു തടസ്സവുമില്ല. ഈ രാജ്യത്ത് മറ്റു രാജ്യത്ത് തടസ്സമുണ്ട്. ഇനി ആ രാജ്യത്ത് അമേരിക്കയിലുള്ളവരെയും മറ്റുള്ള രാജ്യക്കാരെയൊക്കെ കൂടുതൽ നിങ്ങൾ പഠിപ്പിച്ച് പ്രബുദ്ധരാക്കുകയും വേണം. ആദിലയും നൂറയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നടത്തിയ ഒരു പരാമർശത്തിൽ ഞാൻ എൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാട് ഞാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ലെന്നാണ് പറഞ്ഞത്. അല്ലാതെ ആദിലയുടെയും നൂറയുടെയും വാശിയിലുമാണ്. ഇപ്പം അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കയറി വരികയും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയുന്നു എന്നൊരാൾക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയുക. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് എന്റെ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല. സ്വന്തം ഉപ്പയും ഉമ്മയും അവരെ വീട്ടിൽ കയറ്റാത്തവരാണെന്ന് എന്ന് ലക്ഷ്മിക്ക് എണീച്ചെന്ന് പറയാൻ കഴിയണം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്നു? ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. അവളെ കൂട്ടമായി ചേർന്ന് കടന്നാക്രമിക്കുന്ന സമയത്ത് അവൾ ഇവിടെ എന്ത് തെറ്റ് ചെയ്തു? അവൾ അവളുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അവൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ ആ കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ലെങ്കിൽ അതാണ് അവളുടെ സ്റ്റാൻഡ്. ലക്ഷ്മി അംഗീകരിച്ചേ പറ്റൂ എന്നൊന്നും വാശി പിടിക്കാൻ റിയാസിന് പറ്റത്തതുമില്ല, ആർക്കും പറ്റത്തില്ല. പകരം സ്വന്തം കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വന്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ റിയാസിന്റെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറപ്പുണ്ടാവുന്ന രീതിയിലായി മാറരുത്. ഓരോ ജന്മങ്ങളെ ിനുള്ളിൽ അനീഷുണ്ട്, ഷാനവാസ് ഉണ്ട്, അക്ബർ ഉണ്ട്. എല്ലാവരും ഈ റിയാസ് പറയുന്ന കേട്ട് താളം തുള്ളി നടക്കുകയാണ്. എന്താ കാര്യം? പൊതുസമൂഹം ലക്ഷ്മിയെ നെഗറ്റീവായി കാണുന്നു എന്നതാണ് ചിന്ത. ആ ചിന്ത മാറും. അവിടെ ഒരു നിലപാടുള്ള ഒരുത്തനുമില്ല, സ്വന്തം അഭിപ്രായം പറയാൻ ധൈര്യമുള്ള ഒരുത്തനുമില്ല. കഷ്ടമാണ് ബിഗ് ബോസിലെ ഇത്തവണത്തെ മത്സരാർത്ഥികളുടെ നിലപാട്. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ട് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന്